ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേൻ പോകുന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ന്യൂസിലെല്ലാം ഇപ്പോൾ മാർസ് ഗ്രൂപ്പിൻ്റെ പാട്ട് നമ്പർ 1 ഹിറ്റായതുകൊണ്ട് തന്നെ ആ ഒരു ഇതിനെക്കുറിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് ന്യൂസ്. ഇതെല്ലാം വണ്ടർ എൻ്റർടൈൻമെൻറ്റ് CEO അവരുടെ റൂമിൽ ഇരുന്നിപ്പോൾ ഇത് കാണുവാണ്. അങ്ങനെ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരാണെങ്കിൽ എന്തൊരു ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. മേ ബി അത് നമ്മുടെ തേമിനെയും ബോയിനെയും ഒരുമിച്ച് വെച്ചിട്ടുള്ള അവർക്ക് കിട്ടിയ ആ ഒരു ഫോട്ടോ ആയിരിക്കാം. എന്താണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ആ ഒരു ഫോട്ടോ കയ്യിലെടുത്ത് വെച്ചിട്ട് ആരെയോ കോൾ ചെയ്തിട്ട് മിസ്റ്റർ ലീവ് ആയിട്ട് ഒന്ന് കോൾ കണക്ട് ചെയ്യൂ, എനിക്കാണെങ്കിൽ അദ്ദേഹമായിട്ട് മാർസ് ഗ്രൂപ്പിന് വെച്ചിട്ടുള്ള ആ ഒരു ബിസിനസ് ഡീല് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് സീൻ കട്ട് ചെയ്തിട്ട് തേമിനെയും ബോയിനെയും കാണിക്കുമ്പോൾ അവിടെ പോയപ്പോഴും ഫുഡ് വാങ്ങുന്ന ആ ഒരു കടയിൽ അവിടെ ആയിട്ട് ഒരു ടേബിളിൽ ഇവരിരുന്ന് സംസാരിക്കുവാണ്. ആ സമയം പോയാണെങ്കിൽ നിങ്ങളുടെ പാട്ട് സൂപ്പർ ഹിറ്റ് ആവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ടീമപ്പോൾ ഞങ്ങൾ ആരും തീരെ പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല അത്, ഞങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിടത്തുനിന്ന് ഇതുവരെ എത്തിയതുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ നീയാണെങ്കിൽ ഈ ജയിച്ച സന്തോഷത്തിൽ നിൻ്റെ മെമ്പേഴ്സിൻ്റെ കൂടെ വേണം ടൈം സ്പെൻഡ് ചെയ്യാൻ, എൻ്റെ കൂടെ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തേമാണെങ്കിൽ പക്ഷേ നീ കാരണമാണ് ഞങ്ങൾ 5 പേരും വീണ്ടും ഒന്നിച്ചിട്ട് മ്യൂസിക് റെഡിയാക്കിയത്, അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ നിനക്ക് തരാനായിട്ടൊരു സാധനം തന്നു കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു കവർ കൊടുക്കുന്നുണ്ട്. അത് ഓപ്പണാക്കി നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് കാണിക്കുന്നില്ല. എന്നിട്ട് പോയാണെങ്കിൽ അത് ഞാൻ നിങ്ങൾ ഒന്നാക്കിയതുകൊണ്ടൊന്നല്ല, നിങ്ങൾക്ക് ഒന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നടന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം ദൈവമാണെങ്കിൽ പെപ്പർ നിന്നെക്കുറിച്ച് ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവനും ഗ്യാമും ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് ഈ മ്യൂസിക് വീഡിയോയ്ക്ക് ഇത്രയും റീച്ച് കിട്ടിയതെന്ന് നീ വിചാരിക്കരുതെന്ന് അവൻ ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നീ അതും ആലോചിച്ചിരിക്കരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ടെന്ന് പറയാണ്. എന്നിട്ട് പതുക്കെ പോയിടെ കൈ പിടിച്ചിട്ട് ഇനിയിപ്പോൾ അവർ ബ്രേക്കപ്പ് ആയിരുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ റിസൾട്ട് വരുമായിരുന്നു, ഞങ്ങൾ ജയിക്കുമായിരുന്നു, നീ അങ്ങനെ വേണം വിശ്വസിക്കാൻ, അവർ വേറൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞിട്ട് തെയ്യമാണെങ്കിൽ എനിക്ക് ഇന്ന് നിൻ്റെ കൂടെ നിൻ്റെ റൂമിലേക്ക് വരാൻ പറ്റില്ല, എനിക്ക് പോവേണ്ട ആവശ്യമുണ്ട്, ഇന്ന് മെമ്പേഴ്സിൻ്റെ കൂടെ ലൈവ് സ്ട്രീമിങ് ചെയ്യാനുള്ളതാണ്, പിന്നെ നാളെ കമ്പനിയിൽ വെച്ചിട്ട് എൻ്റെ കോൺട്രാക്റ്റിൻ്റെ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. പോയപ്പോൾ കുഴപ്പമില്ല, നീ പൊക്കോ, നമുക്ക് നാളെ കമ്പനിയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തെയ്യം അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇന്ന് നല്ല തണുപ്പുണ്ട്, പക്ഷേ എനിക്ക് എന്നെ ഹഗ് ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് എന്നെ ഹഗ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് നിൻ്റെ കൈ അങ്ങ് വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തെയ്യം അവൻ്റെ ആ ഒരു കോട്ട് പോക്കി അഴിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട്. തെയ്യമാണെങ്കിൽ ഹഗ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് കാരണം അവർ തമ്മിലുള്ള റിലേഷൻ അവിടെയുള്ള ആൾക്കാർ കണ്ടുപിടിക്കുന്നുള്ളതുകൊണ്ടാണ്. കാരണം അവരിപ്പോൾ ഒരു പബ്ലിക് പ്ലേസിലാണ് നിൽക്കുന്നത്. അങ്ങനെ അതിനുശേഷം തിരിച്ച് അവൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ മാർസ് ഗ്രൂപ്പ് അവന് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ആദ്യം തന്നെ മാർസ് ഗ്രൂപ്പിൽ നിന്ന് പോയിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കി നോട്ടിൽ അവർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവൻ നോക്കുമ്പോൾ അവൻ്റെ കുറേ ഫോട്ടോസ് ആയിരുന്നു അത്. ആദ്യം തന്നെ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോയാണ്, അതിൻ്റെ ബാക്കിൽ തെയ്യമാണെങ്കിൽ നീ ഞങ്ങളെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ടൈമിന് നീ അറിയാതെ നിന്നെ ഞങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അടുത്ത ഫോട്ടോ പോയിരുന്ന് ഉറങ്ങുന്നതാണ്. ആ ഫോട്ടോയുടെ ബാക്കിൽ ജുന്നാണെങ്കിൽ മ്യൂസിക് വീഡിയോ നല്ല അടിപൊളിയായിട്ട് വന്നു, നിന്നോട് ഞാൻ പറഞ്ഞില്ല നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഫോട്ടോ എന്താണെന്ന് കാണിക്കുന്നില്ല. അതിൻ്റെ പുറകിൽ പെപ്പറാണെങ്കിൽ ഒരുപാടൊന്നും ആലോചിച്ച് കൂട്ടരുത് ബ്രോ എന്ന് എഴുതിയിരിക്കുന്നത് മാത്രം കാണിക്കുകയാണ്. അതിനുശേഷം ആ ഫോട്ടോസ് എല്ലാം തിരിച്ച് കവറിനകത്ത് വെക്കുന്നുണ്ട്. അതേസമയം അവനാണെങ്കിൽ ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് നീയാണല്ലേ ആ മ്യൂസിക് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്, എൻ്റെ പൊന്നെ അടിപൊളിയായിട്ടുണ്ട്, എൻ്റെ പിള്ളേരിപ്പോൾ വൈറലായി പൊക്കോണ്ടിരിക്കുക, നീ പിന്നെ ആ ഒരു ന്യൂസ് കണ്ടോന്ന് വെച്ചിട്ട് ഒരു ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ പല വെബ്സൈറ്റിൽ നിന്ന് മാർസിനെ സപ്പോർട്ട് ചെയ്തും അവർ നമ്പർ 1 ആയെന്ന് പറഞ്ഞ് കുറേ ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഐസും അവനാണെങ്കിൽ ഇവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയമാണ് ഇവരാണെങ്കിൽ ലൈവ് പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇവന് കിട്ടുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ ഫോൺ മാറ്റിയിട്ട് ടാബ്ലറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് മാർസിൻ്റെ ലൈവ് കാണുവാണ്. അതിലാണെങ്കിൽ ഇവർ 5 പേരും കൂടെ ആയിട്ട് എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. ഇവരുടെ ഫാൻസിൻ്റെ സ്പിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഫാൻസിൻ്റെ അടുത്ത് എല്ലായിടത്തും താങ്ക് യു സ്പിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം അവരാണെങ്കിൽ അവരുടെ ആ പാട്ട് ഒരു ലൈവ് വെർഷൻ പോലെ പാടിത്തരാൻ പറഞ്ഞിട്ട് പെപ്പർ ഗിറ്റാറൊക്കെ യൂസ് ചെയ്ത് എല്ലാവരും കൂടെ കൂട്ടത്തോടെ പാടുന്നുണ്ട്. അതേസമയമാണ് പോയിക്കൊരു കോൾ വരുന്നത്. അവനങ്ങനെ ലൈവ് മാറ്റി വെച്ചിട്ട് കോൾ നോക്കുമ്പോൾ അത് മിക്കായിരുന്നു. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിന് മിക്കാണെങ്കിൽ നാളെ നീ ഓഫീസിൽ ചെന്നിട്ട് CEO ഒന്ന് മീറ്റ് ചെയ്യണം, അവർക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പോവുകയാണെങ്കിൽ CEOയെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ CEO അവൻ്റെ അടുത്ത് ചെയറിലേക്ക് വന്നിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും CEO ആണെങ്കിൽ ഇവരുടെ മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്ത് നീയാണോ നോക്കുന്നുണ്ട്. ആ സമയം അവൻ അതേന്ന് പറഞ്ഞപ്പോൾ കമ്പനി ഏൽപ്പിക്കാത്തൊരു ജോലിയാണ് നീ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഐ എം സോറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ അത് എന്തുകൊണ്ടായിരിക്കും ചെയ്തതെന്നൊക്കെ എനിക്കും അറിയാം നിനക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തേമിൻ്റെയും പോയിൻ്റെയും കിട്ടിയ കുറേ ഫോട്ടോസ് എടുത്ത് അവനെ കാണിക്കുന്നുണ്ട്. ആ സമയമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയത് അറിയുന്നത്. അങ്ങനെ ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നീ ഒരു പക്ഷേ അറിഞ്ഞിട്ടിട്ടായിരിക്കത്തില്ല,
പക്ഷേ നിൻ്റെയും തെയ്മിൻ്റെയും ഫോട്ടോസാണ് ശരിക്കും ലീക്കാവാണ്ടിരുന്നത്. എന്നാൽ അത് മാറ്റി വെച്ചിട്ട് ഞാനാണ് പെപ്പറിൻ്റെ ഫോട്ടോസ് ലീക്കാക്കിയത്, അത് തെയ്മിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പോയാണെങ്കിൽ ഒന്നും കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ CEO ആണെങ്കിൽ നിനക്ക് ആദ്യമേ അറിയായിരിക്കും, ഇവരുടെ ഗ്രൂപ്പാണെങ്കിൽ നമ്പർ 1 ആയിക്കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ കൊറിയയിലേക്ക് പോകാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്പർ 1 ആയിട്ടുമുണ്ട്. ഞാൻ ആ കൊറിയയിലെ കമ്പനിയോട് സംസാരിച്ചു. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തന്നെയാണ് അവരെടുക്കാൻ പോകുന്ന ഐഡോൾസിന് ഡേറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഡേറ്റിംഗ് മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് എന്തായാലും മാഴ്സിനെ കൊറിയയിലേക്ക് അയക്കാൻ പറ്റത്തില്ല. കാരണം ഫ്യൂച്ചറിൽ അത് ഞങ്ങളുടെ കമ്പനിയും ആ കൊറിയ കമ്പനിയായിട്ടുള്ള ഡീലിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ചോയ്സും ഇല്ല. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ടത് ഒന്നുകിൽ തെയ്മിൻ്റെ ലൈഫിൽ നീ പോവുക, അതല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ നിന്നിട്ട് അവരുടെ സ്വപ്നം അങ്ങ് തകർക്കുക. നീ എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ചിരിക്കും അവരുടെ ഫ്യൂച്ചർ. നീ അവരെ വിട്ടാൽ മാത്രമേ അവർക്ക് കൊറിയയിലേക്ക് പോകാൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നീ എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യം നടക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഒരിടത്തായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം പെപ്പർ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പെപ്പർ ഞങ്ങൾ CEOനെ മീറ്റ് ചെയ്യാൻ വന്നതാ. ആ സമയം ജുനുവിന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ട് പോയി. എന്നാൽ ദേഷ്യം വന്നിട്ട് ഡീലാനാണെങ്കിൽ അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടെങ്കിൽ പോകുന്നു എന്ന് പറയാണ്. ആ സമയം ഡീലാനാണെങ്കിൽ അവിടെ സൈഡിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പോയാണെങ്കിൽ പെപ്പറിനോട് നീ ഇപ്പോൾ ഓക്കെയാണോ, നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പെപ്പർ ഇല്ല കുഴപ്പമില്ല, എന്നെ വിഷമിക്കാൻ അവരാരും സമ്മതിക്കുന്നില്ല, 24 മണിക്കൂറും എൻ്റെ മെമ്പേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം പോയാണെങ്കിൽ സോറി പറയാണ്. കാരണം തൻ്റെയും തെയ്മിൻ്റെയും ഫോട്ടോസ് ലീക്കാവാതിരിക്കാനാണല്ലോ CEO പെപ്പറിൻ്റെ റിലേഷൻ ലീക്കാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ കാരണമാണെന്നുള്ള ആ ഒരു കുറ്റബോധം പോയിക്കുണ്ട്. പക്ഷേ ആ ഒരു സംഭവം ഇതുവരെയായിട്ട് പെപ്പറിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സോറി പറഞ്ഞുകൊണ്ട് പെപ്പർ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ ആ കാര്യമാണെന്ന് തോന്നുന്നു പറഞ്ഞു തുടങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അങ്ങോട്ടേക്ക് ജുന്നും നാനോയും തെയ്മും തിരിച്ചു വരുവാണ്. അങ്ങനെ അവരെല്ലാവരും CEOനെ കാണാൻ പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് തെയ്മ് പോയുടെ കയ്യിൽ ഡ്രിങ്ക്സും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിലൊരു സ്റ്റിക്കി നോട്ടിൽ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് റൂഫ് ടോപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഈവനിങ്ങിന് തെയ്മ് റൂഫ് ടോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം തെയ്മ് നമ്മൾ ആദ്യമായിട്ട് പരസ്പരം സംസാരിച്ച് തുടങ്ങിയത് ഇവിടെ വച്ചാണ്. ആ സമയം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് മാഴ്സ് ഗ്രൂപ്പും ഉണ്ട്, നീയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പോയാണെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് CEOയോട് സംസാരിച്ച കാര്യം ഓർത്തിട്ട് മൊത്തത്തിൽ സാഡായിട്ട് നിൽക്കുകയാണ്. അതേസമയം തെയ്മാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ CEOയുടെ അടുത്ത് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് കൊറിയ പോകുന്ന കാര്യം സംസാരിച്ചു. അതവർ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൊറിയ പോയിട്ടുള്ള കാര്യമൊക്കെ നോക്കി. ജുന്ന് കൊറിയയിൽ കാണാനുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ച് നടന്നു. ഡീലാനാണെങ്കിൽ അവിടുത്തെ ഫുഡ് നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാനാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി നോക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ അവിടെ ഇൻ്റർനെറ്റ് ഉണ്ടോയെന്ന് അറിയണം, എന്നാലല്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തെയ്മാണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും എത്തിപ്പെടുമെന്ന് വിചാരിച്ചില്ല. ഇനിയിപ്പോൾ ഇത്ര എത്തിയാലും കൊറിയയിൽ എത്തിക്കഴിഞ്ഞാലും അത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കത്തില്ല. പിന്നെ കൊറിയ പോയി കഴിഞ്ഞാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം പറ്റുമ്പോൾ നിന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം, വർക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും നിന്നെ വീഡിയോ കോൾ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്ന പോലെയൊക്കെയാണ് അവൻ പറയുന്നത്. അതേസമയം ഇതൊക്കെ കേൾക്കുമ്പോൾ പോയിക്ക് സന്തോഷത്തിന് പകരം സങ്കടമാണ് വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ട് തെയ്മ് എന്തു പറ്റി, എൻ്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ പോയാണെങ്കിൽ പ്ലാനൊക്കെ നല്ലതാ, എനിക്കും അതേപോലെ തന്നെ ആഗ്രഹം നിന്നോട് സംസാരിക്കണമെന്നും നിൻ്റെ ഡെയിലി കാര്യങ്ങളൊക്കെ അറിയണമെന്നും കേൾക്കണമെന്നൊക്കെ. പക്ഷേ നീ പറയുന്ന ആ ഒരു പ്ലാനിൽ നിൻ്റെ കൂടെ ഞാനുണ്ടാവത്തില്ല. കാരണം നമ്മൾ ബ്രേക്കപ്പ് ആവണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ തെയ്യം ഷോക്കായിട്ട് നീ എന്തൊക്കെയായി പറയുന്നത് നോക്കുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ ഇമോഷണലായിട്ട് തെയ്യം നിനക്ക് തന്നെ അറിയാമെന്നുള്ളതാ, നമ്മൾ കാരണമാണ് പെപ്പറിൻ്റെ റിലേഷൻ ലീക്കായതെന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്യം അപ്പോൾ CEO ഇക്കാര്യം നിന്നോട് പറഞ്ഞോ, ഞാൻ പോയി അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയം പോയാണെങ്കിൽ ഇതിനി ഒന്നും സംസാരിക്കണ്ട, കാര്യങ്ങളൊക്കെ പറയുന്നത് കറക്റ്റ് തന്നെയാണ്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും കൂടെ പ്രശ്നമാവും, ഇനി അതുകൊണ്ട് ഇത് ശരിയാവും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്യം പക്ഷേ ആദ്യം തൊട്ടേ നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം പോയാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ എപ്പോഴാണോ വീണ്ടും ഒന്നിച്ചത് ആ നിമിഷം തൊട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെയും ബാക്കിയുള്ളവരുടെയും സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഒരാൾ കാരണം ഈ കൊറിയ പോകാമെന്നുള്ള ആ ഒരു ഡീല് നഷ്ടപ്പെട്ടു പോകണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് ആകെ ഒരു വഴി. പെപ്പറിൻ്റെയും ഗ്യാമിൻ്റെയും റിലേഷൻ പുറത്തു വന്നപ്പോൾ നിങ്ങളുടെ സോങ് എന്തുമാത്രം താഴോട്ട് വ്യൂസ് കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്കും അറിയാമെന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഐഡോൾ സക്സസ് ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ആകെ ഈ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് തെയ്യം. പക്ഷേ നീ എന്നെ പറ, നിനക്ക് എൻ്റെ കൂടെ നിൽക്കണോ വേണ്ടേന്ന്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ തെയ്യമാണെങ്കിൽ ഇത് പറയുന്ന കേൾക്കുമ്പോൾ പോയാണെങ്കിൽ ശരിയാവത്തില്ല തെയ്യം, നീയാണെങ്കിൽ നിൻ്റെ സക്സസ്സിലേക്ക് തന്നെ പോകണം.
ഇല്ലെങ്കിൽ ഇനി ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ദൈവപ്പോൾ ഞാൻ ബുദ്ധിമുട്ടാൻ റെഡിയാണ്, നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്, അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, പ്ലീസ് പോ, നീ അത് ഓക്കെ ആണോ അല്ലേന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ച് അവൻ എസ് പറയുന്നത് കരുതിയിരിക്കുമ്പോൾ പോയാണെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് കൈ മാറ്റുന്നുണ്ട്. ആ സമയം തെയ്യമാണെങ്കിൽ പോവല്ലേ എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാൽ പോവാണെങ്കിൽ ഇതൊന്നും ശരിയാവത്തില്ല, ഇനി വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകാൻ തുടങ്ങുന്നുണ്ട്. തെയ്യമാനെ തടയുന്നുണ്ട്, എന്നാലും അവൻ പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പോയും കരയുവാണ്, അവിടെ നിൽക്കുന്ന തെയ്യമും കരയുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ ഉടനെ തന്നെ പോയാണെങ്കിൽ തെയ്യമിൻ്റെ പേരെഴുതിയ കപ്പൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടും കരഞ്ഞു പോകുന്നുണ്ട്. തെയ്യമിനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് എല്ലാ മെമ്പേഴ്സും വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം CEO കമ്പനിയിലേക്ക് വരുമ്പോൾ മിക്കാണെങ്കിൽ കണ്ടിട്ട് എല്ലാം സോൾവ് ആയെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം CEO ആണെങ്കിൽ എവിടെയെന്ന് നോക്കിയാണ്. അങ്ങനെ പോയിൻ്റെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവനിപ്പോൾ ഐസിന് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ CEO അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് നീ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിന് താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ ഇനി അവർക്ക് കൊറിയയിലേക്ക് പോകാൻ പറ്റുമല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും പറ്റും, ഞാനത് അവരെ അറിയിച്ചു കഴിഞ്ഞു, അവരെല്ലാവരും ഹാപ്പിയാണ്, ആ ഒരു ന്യൂസ് ഞാനൊരു ലൈവിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യാനിരിക്കുകയാണ്, ഇനി ഒരു പ്രോബ്ലം ഉണ്ടാവാതെ അവർക്കെല്ലാം അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ റെഡിയാക്കിക്കോളാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ പാട്ട് നമ്പർ 1 ഹിറ്റായി, അതിൻ്റെ ഡയറക്ടർ നീയാണ്, അതിലൂടെ തന്നെ നിൻ്റെ കഴിവ് എത്രമാത്രമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ മെയിൻ ഡയറക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഐഡൻറ്റിറ്റി കാർഡ് അവന് കൊടുത്തുകൊണ്ട് ചില സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഒരാളുടെ ടാലൻറ്റ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് നിൻ്റെയും മാർസ് ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും മൊത്തം ടാലൻറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മാർസിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ. അതിപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ട്. അതിൽ ഇവരാണെങ്കിൽ ഇവരുടെ പുതിയ സോങ് പെർഫോം ചെയ്തതിന് ശേഷം ആ ഒരു ആങ്കറുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയം അവരുടെ പാട്ടിൽ ഒരു പുതിയ വൈബ് കൊണ്ടുവന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒരു ഗസ്റ്റും കൂടെ ഉണ്ട്, അത് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ CEO ആണ്, ഒരു സ്പെഷ്യൽ സർപ്രൈസ് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട് CEOനെയും കൂടെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ CEO വന്നിരുന്നിട്ട് മാർസിൻ്റെ ഒരു കോൺസേർട്ട് വരുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല ഒരു പുതിയ സർപ്രൈസും കൂടെ ഉണ്ട്. മാർസ് ഗ്രൂപ്പ് കൊറിയൻ്റെ ഒരു കമ്പനിയായിട്ട് സൈൻ ചെയ്തൊക്കെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ആങ്കറാണെങ്കിൽ അപ്പോൾ ഗ്രൂപ്പ് മൊത്തത്തിൽ കൊറിയയിൽ ഡിബേറ്റ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരാണെങ്കിൽ ഗ്രൂപ്പ് മൊത്തത്തിലല്ല, ഒരാൾ മാത്രമാണ് പോകുന്നത്, തെയ്യമാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ പോയി ഈ കാര്യം അറിയുന്നതും അവരാണെങ്കിൽ തന്നോട് കള്ളം പറഞ്ഞെന്ന് മനസ്സിലാവുന്നതും. നമ്മുടെ തെയ്യമും മെമ്പേഴ്സും ശരിക്കും എല്ലാവരും പോകുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ആ ഒരു മൊമെൻ്റാണ് അവരും അത് തിരിച്ചറിയുന്നത്. എല്ലാവരുടെയും മുഖം വല്ലാണ്ട് അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അതിനുശേഷം ലൈവ് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതും തെയ്യമാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ വെച്ച് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് കൊറിയയിലേക്ക് പോകുന്നില്ലേ നിങ്ങൾ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് CEO ഞാനത് ഓൾറെഡി കൊറിയ കമ്പനിയോട് സംസാരിച്ചതാ, എന്നാൽ അവർ ആ എഗ്രിമെൻറ്റ് സമ്മതിച്ചില്ല, ഫസ്റ്റ് എഗ്രിമെൻ്റ് ആയിട്ടുള്ള നിന്നെ തന്നെ വിടണമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്, പിന്നെ നിനക്കതിൽ ഒന്നും മാറ്റാൻ പറ്റില്ല, കാരണം നീയായിട്ട് സ്വന്തം ഇഷ്ടത്തിന് സമ്മതിച്ച് തന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്യം പക്ഷേ ഞങ്ങൾ സംസാരിച്ചല്ലേ, ഞങ്ങൾ ഒരുമിച്ച് വിടാൻ നിങ്ങൾ പറഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ട്. ജുന്നു അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വിടാമെന്ന് പറഞ്ഞല്ലേ, ഞങ്ങളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്പർ 1 എന്നൊക്കെ പറയുമ്പോൾ അവരാണെങ്കിൽ അതെ അതൊക്കെ സമ്മതിച്ചു, നിങ്ങൾ നിങ്ങളുടെ ടാലൻ്റൊക്കെ തെളിയിച്ചു, പക്ഷേ അവർക്ക് വേണ്ടത് തെയ്യമിനെയാണ്, ഞാൻ പറഞ്ഞയക്കാൻ പോകുന്നത് തെയ്യമിനെയാണ്, തെയ്യം പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ 4 പേര് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് നിന്നോ, അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഞാനാണെങ്കിൽ പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിനെ മാറ്റി പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തെയ്യമാണെങ്കിൽ താൻ കൊറിയയിലേക്ക് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം CEO ആണെങ്കിൽ ശരി നീ പോകണ്ട, പകരം മുമ്പത്തെ പോലെ തന്നെ നിങ്ങളും ഗ്രൂപ്പിൻ്റെയും ഫ്രണ്ട്സിൻ്റെ കടമെല്ലാം നീ ഏറ്റെടുത്ത് മൊത്തത്തിൽ തീർക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയമാണ് ബാക്കിയുള്ളവർ, അതായത് ജുന്നിന് നേരത്തെ അറിയായിരുന്നു, എന്നാൽ ബാക്കിയുള്ളവർ അതിപ്പോഴാണ് കേൾക്കുന്നത്. ആ സമയം CEO നിങ്ങൾക്കിത് അറിയത്തില്ലായിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഫസ്റ്റ് കൊറിയയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചതും ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് CEO ആണെങ്കിൽ ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങളുടെ ഫ്രണ്ടിനെ ഇവിടെ പിടിച്ചു നിർത്തണോ വിടണോ എന്ന്, നിങ്ങളുടെ ഫ്രണ്ടിനെ വിട്ട് കഴിഞ്ഞാൽ അവന് സക്സസ്ഫുൾ ആവാൻ പറ്റും, നിങ്ങളിപ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് നാളായിട്ട് ഒരുമിച്ചൊരു ഗ്രൂപ്പായി നിന്ന് കഴിയും, ഇനി എല്ലാവർക്കും സ്വന്തം വഴി തേടിയിട്ട് സക്സസ്ഫുൾ ആവാനുള്ള സമയമാണെന്ന് പറയാം. എന്നിട്ട് എല്ലാവരോടും കൂടിയായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ തെയ്യമിനെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് അവരവിടെ നടന്നു പോവാണ്. പോകുന്ന ടൈമിന് മിക്കിൻ്റെ അടുത്ത് തെയ്യമിനെ ഗ്രൂപ്പിൻ്റെ അടുത്തൊന്ന് മാറ്റിയേക്ക്, എന്നിട്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാം ചെയ്യണം, അവൻ ഒറ്റയ്ക്കാക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവർ പോയി കഴിഞ്ഞതും ഡീലാനും പെപ്പറും നല്ല ദേഷ്യത്തിൽ തന്നെ അവിടെ നടന്നു പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഞാനവിടെ സൈഡിൽ നിന്ന് കരയുവാണ്. ജുൻ അവനെ സമാധാനിപ്പിക്കുകയാണ്. തെയ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത് CEOനെ കാണിക്കുമ്പോൾ ഇവർ തിരിച്ച് കമ്പനിയിലേക്ക് വരുമ്പോൾ അവരെ കാണാനായിട്ട് ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ പോയിനെ മൈൻഡ് ചെയ്യാതെ ഇവർ പോയാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് എന്നിട്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് അവരെല്ലാവരെയും വിടാമെന്ന്, അതും പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ ഇനിയിപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പോയിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടെങ്കിലും തെയ്യവും ബ്രേക്കപ്പ് ആവേണ്ടി വരും, കാരണം അവൻ കുറേ പോകുന്നതിന് മുമ്പേ അവൻ്റെ ഡേറ്റിംഗ് എല്ലാം എനിക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ, കാരണം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട്
അത് ചെയ്യേണ്ടത് എൻ്റെ ജോലിയാണ്. നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ എല്ലാവരുടെയും ഡ്രീംസ് തന്നെ നടക്കാൻ പോവാണ്. ചില മാറ്റങ്ങളൊക്കെ വന്നിരിക്കും, എന്നാലും പിന്നീട് ഇതൊക്കെ അവരുടെ സക്സസ്സിന് വേണ്ടിയിട്ടാണ്. അവരെല്ലാവരും ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യുന്ന ടൈമിന് അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ അവർ എഴുതിയിരുന്നത് അവർക്ക് സക്സസ് ആവണം, അവർക്ക് സ്വന്തം മ്യൂസിക് തയ്യാറാക്കണമെന്നാണ്. അവർ ആ സക്സസ്സിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഇത്രയും വളർത്തി കൊണ്ടുവന്ന എനിക്ക് തെയ്യമിൻ്റെ ടാലൻറ്റ് വെച്ചിട്ട് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അവനിപ്പോൾ ഇത്രയും ഒരു അവസരം വന്നിരിക്കുന്നത്. നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഈ കമ്പനി ജോയിൻ ചെയ്ത് എന്തിനാണ്? ഞാൻ നിനക്ക് മെയിൻ ഡയറക്ടർ പോസ്റ്റ് തന്നപ്പോൾ നീ അത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒന്നല്ലേ എന്ന് നീ എന്നെ ആലോചിച്ച് നോക്ക്. നിൻ്റെ കണ്ണിൽ ഞാൻ ഒരു മോശക്കാരിയായ ഒരാളായിരിക്കാം, എന്നാൽ എൻ്റെ ജോലി ഇതാണ്, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നീ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലാക്കി നോക്കാനായി പറയാണ്. അതേസമയം നമ്മുടെ തെയ്യമിനെ ഒറ്റയ്ക്ക് കാറിലേക്ക് മാറ്റി കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. വീണ്ടും CEO പറയുന്നുണ്ട്, ഇന്നൊരു രാത്രി എല്ലാവരും വിഷമത്തിയായിരിക്കും ഈ ഒരു കാര്യം, കാരണം അവർ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒന്നാണ്. എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ചാൻസ് എന്താണ്, നിനക്ക് കിട്ടാൻ പോകുന്ന ചാൻസ് എന്താണ്, ഇതിൽ നിന്ന് അവരെന്തുമാത്രം വലുതാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തെയ്യമാണെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ബാക്കി 4 പേരും ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുന്ന ടൈമിന് മിക്ക അങ്ങോട്ടേക്ക് വന്നിട്ട് ഡീലാൻ്റെ അടുത്ത്, ഡീലാൻ മിസ്റ്റർ ഹെൻറിയുമായിട്ട് ഒരു പുതിയ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം നിനക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഈ ഹെൻറി എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ ആളാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഡീലാനാണെങ്കിൽ ശരിക്കും സീരിയസ്ലി എന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഷോക്കായിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയാണ്. അതേസമയം ജുനിൻ്റെ അടുത്ത്, ജുൻ ഒരു സിനിമയുടെ കാസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിനക്കാണ് മെയിൻ റോളെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അവനും ഷോക്കായിട്ട് എല്ലാവരും കൺഗ്രാറ്റുലേഷൻ പറയുന്നുണ്ട്. അടുത്ത് നാനോരടുത്ത്, നാനോ CEOയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു, ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നാനോ ആണെങ്കിൽ CEOനെ മീറ്റ് ചെയ്യുന്നതാണ്. ആ സമയം ഒരു കോച്ചിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട്, ഇത് നിനക്കുള്ള പുതിയ കോച്ചാണ്, ആളുടെ പേര് ടോൺ എന്നാണ്, നിൻ്റെ സിംഗിങ്ങും റാപ്പിങ്ങും ഒക്കെ അയാൾ ഇമ്പ്രൂവ് ആക്കി തരുമെന്ന് പറയുന്നുണ്ട്. അത് നാനോയും ഒത്തിരി ഹാപ്പിയാക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത് പോയിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ മെയിൻ ഡയറക്ടറായി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളെല്ലാവരും കൺഗ്രാറ്റുലേഷൻ, നീ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളെക്കാളും മേലെ എത്തിയല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയൊന്നും തന്നേക്കല്ലേ ഡയറക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് മിങ്ങും ചെയ്യുമൊക്കെ സംസാരിച്ചിട്ട് എല്ലാവരും കൂടെ അവന് കൺഗ്രാറ്റുലേഷനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എപ്പോഴും ഫുഡ് വാങ്ങുന്ന സ്ഥലത്ത് പോയും വൈഫാണ് മീറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. ആ സമയം തെയ്യമിൻ്റെ കുറേയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പോയാണെങ്കിൽ നേരത്തെ നിൻ്റെ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അവളാണെങ്കിൽ കുഴപ്പമില്ല, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നിനക്ക് സങ്കടം ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവൾ ഉറപ്പായിട്ട് സങ്കടമുണ്ട്, ഞാൻ ഒത്തിരി കാര്യം, എൻ്റെ മനസ്സിൽ മാഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 5 പേരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരവസരം കിട്ടുമ്പോൾ നമുക്കത് വിട്ടുകളയാനും പറ്റില്ല, അതോർത്ത് കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഐഡോൾക്ക് ഒന്ന് സക്സസ് ആവാനായിട്ട് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാക്കുന്നതും എത്ര സംഭവത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും. ഞാൻ എപ്പോഴും മാഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ മാഴ്സിൻ്റെ സക്സസ്സിൽ തെയ്യം ഉണ്ടാകുമെന്ന്, തെയ്യമിൻ്റെ സക്സസ്സിൽ മാഴ്സ് ഉണ്ടാകുമെന്നും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മെയിൻ ഡയറക്ടറായാലും പോയിനെയും കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും പറയും, നീ മെയിൻ ഡയറക്ടറായത്, നിന്നെ തേച്ചിട്ട് പോയാൽ നിൻ്റെ എക്സ് ഉണ്ടല്ലോ അവനോട് ഞാൻ പറയും, അവനെക്കാളും വലുത് നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ ഒരു ബർഗർ വാങ്ങാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പോയി എപ്പോഴും വാങ്ങിക്കൊണ്ടിരുന്ന ബർഗർ പിന്നീട് തെയ്യം വന്നപ്പോഴത്തേക്കും ഓർഡർ മാറ്റിയിട്ട് അവരുണ്ടിട്ടും സെയിം ടൈപ്പ് ബർഗർ വാങ്ങാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ തെയ്യം പോയും ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ അവൻ മുമ്പ് ഏതാണോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സെയിം സംഭവം വാങ്ങുവാണ്. നമ്മുടെ ബൈഫേണിന് ഓൾറെഡി മിസ്റ്റർ ബി ആയിട്ട് റിയലായിട്ടുണ്ടെന്ന് അറിയായിരുന്നു, എന്നാൽ തെയ്യമാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പോയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ പഴയ ഓർഡർ തന്നെ വാങ്ങുന്ന കണ്ടിട്ട് നീയും മിസ്റ്റർ ബിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ബട്ട് ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അവൾക്ക് അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവളത് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ അവർ ഹാപ്പിയായിട്ട് സംസാരിച്ചുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പോതിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ടൂത്ത് പേസ്റ്റ്, ഡിഷ് വാഷ് ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റെല്ലാം അവൻ ഒന്ന് ഫോണിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതേസമയമാണ് അവനാണെങ്കിൽ ഒരു പാഴ്സൽ വരുന്നത്. അങ്ങനെ അവൻ അതെടുത്ത് നോക്കുന്ന ടൈമിന് ഈ സാധനങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഒരു സ്റ്റിക്കി നോട്ടും ഉണ്ട്, അതിൽ തെയ്യം എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേസമയം നമ്മളെ കാണിക്കുകയാണ് നമ്മുടെ തെയ്യമും പോയി ഒരുമിച്ചുണ്ടായിരുന്ന ടൈമിന് തെയ്യമാണെങ്കിൽ പോയുടെ റൂമിൽ വന്നിട്ടുള്ള ടൈമിന് തെയ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തീർന്നു പോയ സാധനങ്ങളും തീരാറായ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവനത് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഇതൊക്കെ. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചിട്ട് വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റിക്കി നോട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കാണിക്കുകയാണ്. അതിൽ തെയ്യം നമുക്കെപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അത് കാണുമ്പോൾ പോയിക്ക് ഒത്തിരി സങ്കടം വരുന്നുണ്ട്, അവൻ കരയുന്നുമുണ്ട്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നവരെ ബൈ.